ജസ്റ്റ് ഈ ഒരു വിരൽ കൊണ്ട് ഫോണിൻ്റെ സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ആയി വന്നത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു വിരൽ കൊണ്ട് ലെഫ്റ്റിലോട്ടൊന്ന് ടാപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി വന്നത് കാണാൻ കഴിയും. ഇനി ഞാൻ എൻ്റെ ഈ രണ്ട് വിരൽ കൊണ്ട് മുകളിലോട്ടൊന്ന് ടാപ്പ് ചെയ്യുകയാണ്. ക്യാമറ ഓപ്പൺ ആയത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഈ രണ്ട് വിരൽ കൊണ്ട് താഴത്തോട്ടൊന്ന് ടാപ്പ് ചെയ്യുകയാണ്. വാട്സാപ്പ് ഓപ്പൺ ആയി വന്നത് കാണാൻ കഴിയും. കാമുകി പോലും കണ്ടുപിടിക്കില്ല കൂട്ടുകാരുടെ മൊബൈൽ ഫോണിലുള്ള ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ. നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കൂട്ടുകാർ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോകൾ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ്. നിങ്ങൾ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടിരിക്കണം. മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൂട്ടുകാർ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മുഴുവൻ ഫീച്ചേഴ്സും ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷന് ക്യാഷ് കൊടുക്കേണ്ടതുണ്ട്. ഈ വീഡിയോൻ്റെ താഴെ ഒരു ഡൗൺലോഡ് ലിങ്ക് വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ തികച്ചും ഫ്രീ ആയിട്ട് മുഴുവൻ ഫീച്ചേഴ്സുകളും ഉപയോഗിക്കാൻ കഴിയും. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാം. സെർച്ച് ബാറിൽ www.keerus.in എന്ന് സെർച്ച് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ നോക്കുന്നത് ആ ആപ്ലിക്കേഷൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ ഇവിടെ മലയാളത്തിൽ എഴുതി കാണും. താഴത്ത് ഒട്ടനവധി പേജുകളുണ്ട്. വേണ്ട ആർട്ടിക്കിളിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം കൂട്ടുകാർക്ക് ആ ആർട്ടിക്കിൾ കാണാൻ കഴിയും. അതിൻ്റെ താഴെയായിട്ട് ഡൗൺലോഡ് എന്ന് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. കൂട്ടുകാർക്ക് ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ കാണാൻ കഴിയും. ഫോൺ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഫോൺ ഓപ്പൺ ആയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഈ ഒരു വിരൽ കൊണ്ട് ഫോണിൻ്റെ സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്തപ്പോൾ ഫേസ്ബുക്ക് ഓപ്പൺ ആയി വന്നത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഇനി അതോടൊപ്പം തന്നെ ഈ ഒരു വിരൽ കൊണ്ട് ലെഫ്റ്റിലോട്ടൊന്ന് ടാപ്പ് ചെയ്യുകയാണ്. കൂട്ടുകാർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആയി വന്നത് കാണാൻ കഴിയും. ഇനി ഞാൻ എൻ്റെ ഈ രണ്ട് വിരൽ കൊണ്ട് മുകളിലോട്ടൊന്ന് ടാപ്പ് ചെയ്യുകയാണ്. ക്യാമറ ഓപ്പൺ ആയത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഈ രണ്ട് വിരൽ കൊണ്ട് താഴത്തോട്ടൊന്ന് ടാപ്പ് ചെയ്യുകയാണ്. വാട്സാപ്പ് ഓപ്പൺ ആയി വന്നത് കാണാൻ കഴിയും. ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിനെ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷൻ, അതാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർഫേസൊക്കെ ആകെ അങ്ങോട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മളിത് എങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെ കൂട്ടുകാർക്ക് ഒരു ഡോട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് ഇതുപോലെ വരുന്ന കൂട്ടുകാർക്ക് കാണാൻ കഴിയും. അതിന് മുന്നേ ഒരു കാര്യം കൂടിയും പറയാം. ഗസ്റ്റേഴ്സ് നമുക്ക് ഇതിലെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നോക്കാം. ഞാനിവിടെ ബി എന്ന് വരച്ചാൽ ബ്ലൂടൂത്ത് ഓഫ് ആയത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ബ്ലൂടൂത്ത് ഓൺ ആയത് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഇനി സി എന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൊബൈൽ ഫോണിൽ സിയിൽ തുടങ്ങുന്ന ഏതൊക്കെ ആപ്ലിക്കേഷൻസുകളുണ്ട് അതെല്ലാം ഇവിടെ കാണാൻ കഴിയും. ഇനി ഞാനിവിടെ W എന്ന് വരച്ചിട്ടുണ്ടെങ്കിൽ വാട്സാപ്പ് ഓപ്പൺ ആയി വരും. ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗസ്റ്റേഴ്സും ഇതിൽ യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മളെ സെറ്റിങ്സ് എടുക്കാം. ഇവിടെ കൂട്ടുകാർക്ക് ഒട്ടനവധി ഓപ്ഷൻസുകൾ കാണാൻ കഴിയും. നമ്മൾ ആദ്യമായിട്ട് സെറ്റിങ്സ് ആണ് എടുക്കുന്നത്. സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൂട്ടുകാർക്ക് ഒട്ടനവധി ഫീച്ചറുകൾ കാണാൻ കഴിയും. ഇതിൽ നമ്മൾ ഈ 4 ഓപ്ഷനും നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ തീം അതോടൊപ്പം തന്നെ കസ്റ്റമൈസ് ചെയ്യാനും ഫോണിനെ സ്റ്റൈലിഷ് ആയിട്ട് മാറ്റാനുമുള്ള ഓപ്ഷൻസുകളാണ്. അത് കൂട്ടുകാർ തന്നെ നോക്കാം. ഇവിടെ സൈപ്പ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ നമ്മളെ ഒരു വിരൽ കൊണ്ട് 4 ഭാഗത്തോട്ടും സൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ എന്ത് വരണം എന്ന് കൂട്ടുകാരെ കൂടെ കാണാൻ കഴിയും. 2 വിരൽ കൊണ്ട് നമ്മൾ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്താണ് വരേണ്ടത് എന്ന് നമ്മുടെ കൂട്ടുകാർ കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 3 ഓപ്ഷൻസുകൾ വന്ന് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഏത് ആപ്ലിക്കേഷനാണോ വേണ്ടത് ആ ആപ്ലിക്കേഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ 3 ഓപ്ഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. ആപ്പ് ലോക്കർ, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻസുകൾ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്യാം. സെക്യൂരിറ്റി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പാസ്വേഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പുതിയ പാസ്വേഡ് കൊടുക്കാം. അങ്ങനെയുള്ള ഒട്ടനവധി ഓപ്ഷൻസുകൾ ഇവിടെ കൂടുതൽ കാണാൻ കഴിയും. ഇനി ഇവിടെ ഹിഡൻ ആപ്സ്, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഹിഡൻ ആപ്സുകൾ ഇവിടെ കാണാൻ കഴിയും. അതായത് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പേസിൽ അവിടെ കാണാം. ഇനി ഇവിടെ ഹോം സ്ക്രീൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂട്ടുകാർ കാണാൻ കഴിയും. നമ്മുടെ ഫോട്ടോ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ പുതിയ ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ റൗണ്ടിൽ നമ്മൾ ഇമേജ് ആയിട്ട് മാറും. ഇവിടെ ഗസ്റ്റർ ലിസ്റ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ ബി വരച്ചപ്പോൾ ബ്ലൂടൂത്ത് ഓണായ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗസ്റ്റേഴ്സുകൾ കൊണ്ടുവരാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ന്യൂ എന്ന് കൊടുക്കാം. നിങ്ങളൊരു ഗസ്റ്റർ വരയ്ക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനൊരു ഗസ്റ്ററാണ് വരയ്ക്കുന്നത്. ഇത്രയും ഓപ്ഷൻസുകൾ കൂട്ടുകാർ കാണാൻ കഴിയും. എന്താണോ നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ വരേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ടോർച്ച് സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് പിറകിലോട്ട് വരാം.
ടോർച്ച് വന്ന് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഈ ലിസ്റ്റിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ ഇന്ന് വരച്ച് നോക്കാം. കണ്ടോ, ഫ്ലാഷ് ഓപ്പൺ ചെയ്ത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഫ്ലാഷ് ഓഫായി. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗസ്റ്റേഴ്സ് ഇവിടെ യൂസ് ചെയ്യാം. ഇനി ഇവിടെ ലോക്കർ, വാൾപേപ്പർ, വിഡ്ജറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്ത് നോക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മെനു ലിസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ ഫിംഗർ കൊണ്ട് ജസ്റ്റ് മേലേക്കൊന്ന് സ്ക്രോൾ ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ നമ്മുടെ ഈ ഒരു മെനു ലിസ്റ്റിൽ കാണാതെ ഹൈഡ് ചെയ്ത് വെക്കാം എന്ന് നോക്കാം. അപ്പോൾ ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഹൈഡ് ചെയ്യേണ്ടത് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒട്ടനവധി ഓപ്ഷൻസുകൾ വന്നത് കൂട്ടുകാർക്ക് കാണാൻ കഴിയും. ഇവിടെ ഈ നടുക്കുള്ള ഈ ഐ ഓപ്ഷൻ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഇവിടുന്ന് ഹൈഡ് ആവും. അപ്പോൾ ഹൈഡായി പോയി. ഇനി നമുക്ക് എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ 3 ഡോട്ട് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഹിഡൻ ആപ്സ് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മളെ സ്പേസ് ഓപ്പൺ ആയി വരും. അവിടെ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസുകൾ കാണാൻ കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗസ്റ്റർ വെച്ചിട്ട് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഗസ്റ്റർ എന്താണോ ആ ഗസ്റ്റർ ഇവിടെ സ്ക്രീനിൽ വരച്ചു കൊടുക്കാം. എൻ്റെ ടി ആണ്. അപ്പോൾ എൻ്റെ സ്പേസ് ഓപ്പൺ ആയി വന്നു, ഫിംഗർ വെച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്കോഡ് അടിക്കാം. ഇവിടെ നമ്മളെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ റിമൂവ് ഓൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാതും റിമൂവ് ആവും. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ നല്ല കിടുവായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് കസ്റ്റം ചെയ്യാൻ കഴിയും. ഇന്ന് പങ്കുവെച്ച ഈ അറിവ് കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഔട്ട്, കീറൂസ്.